ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഫിസിക്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതൊക്കെ നിങ്ങൾക്ക് ഓർമ്മ കാണുമെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ നമുക്കൊരു പുതിയ ടോപ്പിക്കിലോട്ട് പോവാം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക്കാണ് ഫോഴ്സ്. അപ്പോൾ ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക് എല്ലാവരും പറഞ്ഞായിരുന്നല്ലോ, ഫോഴ്സ്. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൽ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇതിലുള്ളത് വാട്ട് ഈസ് ഫോഴ്സ്, ടൈപ്സ് ഓഫ് ഫോഴ്സസ്, പിന്നെ ഡിഫറെൻറ്റ് എക്സാമ്പിൾസ് ഓഫ് ഫോഴ്സസ്. അപ്പോൾ ഇതിനെ പറ്റിയൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്കാദ്യം ഫോഴ്സിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. ഇപ്പോൾ റെസ്റ്റിലിരിക്കുന്ന ഒരു ഫുട്ബോൾ, ഇതിലേക്ക് ഒരു പയ്യൻ വന്നിട്ട് അവൻ കിക്ക് ചെയ്ത് അവൻ്റെ ഫ്രണ്ടിന് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ നോക്കിക്കോളൂ, ആ ബോൾ അവൻ കിക്ക് ചെയ്യാൻ പോകുന്നുണ്ട്. അവൻ ആ പയ്യനിലേക്കാണ് ആ ബോൾ കിക്ക് ചെയ്യുന്നത്. അപ്പോൾ കണ്ടല്ലോ കിക്ക് ചെയ്തത്. അപ്പോൾ ആ പയ്യൻ ആ ബോൾ റിസീവ് ചെയ്തു. ഇനി അടുത്ത മറ്റൊരു സിറ്റുവേഷനാണ്. ഒരു ടേബിള്, ഒരു ബോയിയുണ്ട്. ഈ ബോയ് എന്ത് ചെയ്യാൻ പോവുകയാണ്, എയിൽ നിന്ന് ബി എന്ന് പറയുന്ന പോയിന്റിലേക്ക് തള്ളുന്നുണ്ടല്ലോ. ഇപ്പോൾ ആ ടേബിൾ ബിയിലേക്ക് എത്തി. അപ്പോൾ എയിൽ നിന്ന് ബിയിലേക്ക് ആ ബോയ് അതിനെ പുഷ് ചെയ്തു. ആദ്യത്തെ സിറ്റുവേഷനിൽ അയാൾ കിക്ക് ചെയ്തു, ഒരു പയ്യൻ കിക്ക് ചെയ്ത് ബോൾ അപ്പുറത്ത് കൊടുത്തു. അങ്ങനെ ആ ബോൾ അപ്പുറത്ത് റിസീവ് ചെയ്തപ്പോൾ അവിടെ ഫോഴ്സ് അപ്ലൈ ചെയ്തല്ലോ. അടുത്തതായി ഒരാൾ ടേബിൾ പുഷ് ചെയ്തു. അപ്പോഴും എന്താണ് ചെയ്തത്, ഫോഴ്സ് ആ ഡെസ്കിൽ അപ്ലൈ ചെയ്തു ആണല്ലോ. അപ്പോൾ രണ്ട് സിറ്റുവേഷനിലും ഫോഴ്സ് കൊടുത്തേ എങ്കിൽ നമുക്ക് പറയാം ഫോഴ്സ് ഈസ് എ പുഷ് ഓർ പുൾ ഓൺ ആൻ ഒബ്ജക്റ്റ് റിസൾട്ടിങ് ഫ്രം ദ ഒബ്ജക്ട്സ് ഇൻറ്ററാക്ഷൻ വിത്ത് അനദർ ഒബ്ജക്റ്റ്. അല്ലേ, ഫോഴ്സ് ഒരു പുഷ് അല്ലെങ്കിൽ പുള്ളാണ്. അതെന്തിന് കാരണമായിട്ട് മാറുന്നു, അവിടെ രണ്ട് ഒബ്ജക്റ്റുകൾ തമ്മിലുള്ള ഇൻറ്ററാക്ഷൻ കാരണം ഉണ്ടാകുന്ന ഒരു ഒബ്ജക്റ്റ് ഉണ്ടാകുന്ന പുഷ് അല്ലെങ്കിൽ പുൾ. അപ്പോൾ ഇൻറ്ററാക്ഷൻ ബിറ്റ്വീൻ ഒബ്ജക്റ്റ്, അവിടെ കുട്ടികൾ ആ ബോൾ തമ്മിൽ തട്ടിയപ്പോൾ അവിടെ ഇൻറ്ററാക്ഷൻ വന്നു. പിന്നെ നമ്മുടെ പയ്യൻ ആ മേശ തള്ളിയപ്പോഴും അവിടെ ഡെസ്കുമായിട്ട് ആ ബെഞ്ചുമായിട്ട് എന്ത് വന്നു, ഇൻറ്ററാക്ഷനിൽ വന്നു. ഇനി അടുത്തതായി ഒരു കുട്ടി സൈക്കിൾ ചവിട്ടുന്നു. അവിടെ പെഡലിംഗ് ആണ് നടക്കുന്ന. അവിടെ ഫോഴ്സ് എന്തിലാണ് കൊടുക്കുന്നത്, ബൈസിക്കിളിലാണ്. ഇനി അടുത്തതായി ഒരു ഒരു ആണി അടിച്ച് കയറ്റുന്നു. അവിടെയും ഫോഴ്സ് കൊടുക്കുന്നത് നെയിലാണ്. ഇനി ഒരു കുട്ടി ബോൾ സ്റ്റോപ്പ് ചെയ്യുന്നു. അപ്പോഴും ഫോഴ്സ് അപ്ലൈ ചെയ്ത് എന്തിലാണ്, ബോളിലാണ്. അപ്പോൾ ഈ മൂന്ന് സിറ്റുവേഷൻ അല്ലാതെ തന്നെ ഡ്രോയർ ഓപ്പൺ ചെയ്യുന്നത്, പിന്നെ നമ്മൾ ഗിറ്റാർ പ്ലക്ക് ചെയ്യുന്നത്, പിന്നെ ഒരു ചെസ് ബോർഡിൽ കരുക്കൾ മൂവ് ചെയ്യുന്നത്, ഇതെല്ലായിടത്തും നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ആരെയാണ്, ഫോഴ്സാണ്. എല്ലായിടത്തും നമ്മൾ എന്ത് അപ്ലൈ ചെയ്യുന്നുണ്ട്, ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്. എങ്കിൽ നമുക്ക് പറയാം ഫോഴ്സ് ഈസ് എ പുഷ് ഓർ പുൾ അപ്പോൺ ആൻ ഒബ്ജക്റ്റ് റിസൾട്ടിങ് ഫ്രം ദ ഒബ്ജക്ട്സ് ഇൻറ്ററാക്ഷൻ വിത്ത് അനദർ ഒബ്ജക്റ്റ്. അല്ലേ, അവിടെ ഇൻറ്ററാക്ഷൻ വിത്ത് അനദർ ഒബ്ജക്റ്റ് ആണ്. അങ്ങനെയെങ്കിൽ ടു ബോഡീസ് ഇൻറ്ററാക്ട് ചെയ്താലാണ് എന്ത് വരുന്നത്, ഒരു ഫോഴ്സ് ഉണ്ടാകുന്നത്. അല്ലേ, ആണല്ലോ. അങ്ങനെയെങ്കിൽ നമുക്ക് നോക്കാം, ടു ബോഡീസ് ഇൻറ്ററാക്ട് ചെയ്യുമ്പോൾ ബോഡീസ് തമ്മിൽ എന്തിൽ വരുന്നു, കോണ്ടാക്റ്റിൽ വരുന്നു. ബോഡീസ് തമ്മിൽ കോണ്ടാക്റ്റിൽ വരാതെയും ഇൻറ്ററാക്ട് ചെയ്തുകൂടെ. രണ്ട് ബോഡികൾ തമ്മിൽ കോണ്ടാക്റ്റിൽ വരുമ്പോഴുള്ള ഫോഴ്സസ് കോണ്ടാക്ട് ഫോഴ്സസ് എന്നറിയപ്പെടുന്നു. അപ്പം ബോഡീസ് ഇൻ കോണ്ടാക്ട് വിത്ത് ഈച്ച് അതർ, അതിനെന്താണ്, കോണ്ടാക്ട് ഫോഴ്സസ്. എങ്കിൽ ബോഡീസ് നോട്ട് ഇൻ കോണ്ടാക്ട് വിത്ത് ഈച്ച് അതർ, അതിനെ നമുക്ക് നോൺ കോണ്ടാക്ട് ഫോഴ്സസ് എന്നും വിളിക്കാം. അപ്പോൾ കോണ്ടാക്ട് ഫോഴ്സസും നോൺ കോണ്ടാക്ട് ഫോഴ്സസ്. അപ്പോൾ അതായത് ഇവിടെ രണ്ട് കുട്ടികൾ ഫുട്ബോൾ അടിക്കുന്നു. അവിടെ ഫുട്ബോളുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്നില്ലേ, സോ ഇറ്റ് ഈസ് എ കോണ്ടാക്ട് ഫോഴ്സ്. ഇനി ഒരാൾ ബാറ്റ് വെച്ച് ബോൾ അടിക്കുന്നു. അപ്പോൾ അവിടെയും കോണ്ടാക്റ്റ് വരുന്നില്ലേ, അതും എന്താണ്, ഒരു കോണ്ടാക്റ്റ് ഫോഴ്സാണ്. അടുത്തതായി ഒരു ഫാമിലി സൈക്കിൾ ചവിട്ടുന്നു. അവിടെയും ആ സൈക്കിളുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്നല്ലോ, അതും കോണ്ടാക്റ്റ് ഫോഴ്സ്. ഇപ്പോൾ കോണ്ടാക്റ്റ് ഫോഴ്സിൻ്റെ എക്സാമ്പിൾസ് ആണ് തന്നിരിക്കുന്നത്. ലിഫ്റ്റിംഗ് എ ഗ്ലാസ്, കിക്കിംഗ് എ ഫുട്ബോൾ, മൂവിങ് ദ ഡെസ്ക്, പ്രസ്സിങ് കീസ്, മൂവിങ് എ ചെസ് പീസ്. ഇവയെല്ലാം എന്ത് തന്നെയാണ്, കോണ്ടാക്റ്റ് ഫോഴ്സ് തന്നെയാണ്. അപ്പോൾ എല്ലാത്തിലും അവരവർ എന്തിൽ വരുന്നുണ്ട്, കോണ്ടാക്റ്റിൽ വരുന്നുണ്ട്. ഇനി അടുത്തായി നോൺ കോണ്ടാക്ട് ഫോഴ്സിൻ്റെ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കാം. ഒരു ബാർ മാഗ്നറ്റ് എടുക്കുന്നു. ഈ ബാർ മാഗ്നറ്റ് എന്താണെന്ന് അറിയാലോ എല്ലാവർക്കും, കാന്തമാണ്. അപ്പോൾ ബാർ മാഗ്നറ്റിനെ ഞാൻ കുറച്ചൊന്ന് നീക്കി വെച്ചിട്ട് അതിലേക്കൊരു ആണി അടുത്ത് കൊണ്ടുവന്ന് വയ്ക്കുന്നു.
എന്നിട്ട് ഞാൻ പതിയെ ഈ ബാർ മാഗ്നറ്റിനെ ആണിയുടെ അടുത്തേക്ക് നീക്കുകയാണ്. എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ദാ അടുത്തെത്തിക്കഴിഞ്ഞു. ഈ സമയം ആണിതാ ആ ബാർ മാഗ്നറ്റിലേക്ക് ഒട്ടിപ്പിടിച്ചു. എന്തുകൊണ്ട്? അവിടെ ആ ബാർ മാഗ്നറ്റ് ആണിയെ അട്രാക്റ്റ് ചെയ്ത് പിടിച്ചു. അവിടെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി ആണിയെ വന്ന് തൊട്ടില്ല. തൊടുന്നതിന് മുൻപ് തന്നെ എന്ത് ചെയ്തു? ആ ആണി എന്ത് ആ മാഗ്നറ്റിൽ ഒട്ടിപ്പിടിച്ചു. അവിടെ കോണ്ടാക്റ്റ് ഈസ് നോട്ട് നെസസറി. നമുക്ക് കോണ്ടാക്റ്റ് ആവശ്യമേ ഇല്ലായിരുന്നു. സോ അതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? നോൺ കോണ്ടാക്ട് ഫോഴ്സ് ആണ്. അപ്പോൾ മാഗ്നറ്റിക് ഫോഴ്സ് ഈസ് എ നോൺ കോണ്ടാക്റ്റ് ഫോഴ്സ്. നമുക്ക് പറഞ്ഞുകൂടെ, അവിടെ കോണ്ടാക്റ്റ് ഇല്ലായിരുന്നല്ലോ. അപ്പോൾ മാഗ്നറ്റിക് ഫോഴ്സ് ഈസ് എ നോൺ കോണ്ടാക്ട് ഫോഴ്സ്. അടുത്തതായി ഒരു കുട്ടി പന്ത് താഴേക്ക് എറിഞ്ഞു. എന്തുകൊണ്ടാ പന്ത് താഴേക്ക് വന്നു? വൈ ഡസ് ദ ബോൾ ഫോൾ ടുവേർഡ്സ് ദ ഗ്രൗണ്ട്? നമുക്ക് നോക്കാം. എർത്ത് എക്സൈറ്റ്സ് എ ഫോഴ്സ് ഓൺ ദ ബോൾ. ആ ഫോഴ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമ്മൾ കേട്ടിട്ടുണ്ട്. എന്താണ് ആ ഫോഴ്സിൻ്റെ പേര്? അതെ, അത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. എന്താണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അട്രാക്ട്സ് ടു ഓബ്ജക്ട്സ് ടുവേർഡ്സ് ഈച്ച് അതർ. സോ ഇവിടെ തന്നിരിക്കുന്ന ഈ എക്സ്പെരിമെൻ്റ് കണ്ടോ? ആ സ്കെയിൽ തലയിൽ റബ്ബ് ചെയ്തിട്ട് ചെറിയ പേപ്പർ പീസിനെടുത്ത് വെച്ച് നോക്കുക. അപ്പോൾ പേപ്പർ പീസ് അതിലേക്ക് അട്രാക്റ്റ് ചെയ്ത് പിടിക്കും. അവിടെ കോണ്ടാക്റ്റിൽ വരേണ്ട ആവശ്യമില്ല. അവിടെ നോൺ കോണ്ടാക്ട് ഫോഴ്സ് ആണ്. ഇനി അടുത്തതായി ബലൂണ് തലയിൽ റബ്ബ് ചെയ്തിട്ട് ഇതേപോലെ ചെറിയ പീസ് പേപ്പറിനടുത്ത് വെച്ച് നോക്കുക. അവിടെയും എന്താണ്? ആ പേപ്പർ പീസസ് ബലൂണിലേക്ക് അട്രാക്റ്റ് ചെയ്ത് പിടിക്കുന്നു. ഇതിനും രണ്ടിനും കാരണമാകുന്ന ഒരു ഫോഴ്സ് ഉണ്ട്. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ കേട്ടിട്ടുണ്ട്. സോ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഈസ് ദ ഫോഴ്സ് എക്സർട്ടഡ് ബൈ എ ചാർജ്ഡ് ബോഡി ഓൺ അനദർ ചാർജ്ഡ് ഓർ അൺചാർജ്ഡ് ബോഡി. ഇതും എന്താണ്? നോൺ കോണ്ടാക്ട് ഫോഴ്സ് ആണ്. സോ നമ്മൾ ഇന്ന് പഠിച്ചത് എന്തൊക്കെയായിരുന്നു? വാട്ട് ഈസ് ഫോഴ്സ്, ദ ടൈപ്സ് ഓഫ് ഫോഴ്സസ് ആൻഡ് ഡിഫറെൻറ്റ് എക്സാമ്പിൾസ് ഓഫ് ഫോഴ്സസ്. എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനിയും മനസ്സിലാവാത്തവർ വീണ്ടും ഒന്നുകൂടി കണ്ടു നോക്കുക. അപ്പോൾ എല്ലാവരും ബുക്ക് എടുത്തിട്ട് ലിസ്റ്റ് ഔട്ട് ഫ്യൂ മോർ എക്സാമ്പിൾസ് ഓഫ് ഫോഴ്സസ് ഇൻ യുവർ സയൻസ് ഡയറി എഴുതിയെടുക്കുക. അത് നിങ്ങൾ ചെയ്ത് നോക്കുക. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ പുതിയൊരു ടോപ്പിക്കുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. ഗുഡ് ബൈ.